വലിയ അപകടമാണ്. കാരണം സ്വന്തമായിട്ട് നമ്മൾ ഓരോ അഭ്യാസങ്ങൾ ചെയ്ത് എന്തെങ്കിലും എവിടെ പോയി സ്ട്രക്കായെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്കിപ്പം ലൈഫ് ഒരു പർപ്പസ് അങ്ങനെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ഉണ്ടോ? ഓരോ വ്യക്തികൾക്ക് ഒരു പർപ്പസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ. തീർച്ചയായും ആദ്യത്തെ പർപ്പസ്, അതും പൂർണ്ണമായ പർപ്പസ് വെച്ചാൽ ഇവിടെ ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പർപ്പസാണ്. ലിവ് എ ലൈഫ് ഇൻ ഫുൾനെസ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പർപ്പസ്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോയിക്കോളും, പ്രകൃതി നമ്മളെ കൊണ്ടുപോയിക്കൊള്ളും. കാരണം അതിൻ്റെ ട്യൂണിങ്ങിനനുസരിച്ചാണ് നടക്കുന്നത്. പ്രഭാതം, പ്രദോഷം, ഇതൊക്കെ സംഭവിക്കുന്നു. രാവിലെ, ഉച്ച, വൈകിട്ട്, മഴക്കാലം, ചൂടുകാലം, ഇതൊക്കെ പ്രകൃതിയിലെല്ലാം സംഭവിക്കുന്നുണ്ട്. വൃക്ഷങ്ങൾ മുളച്ചു വരുന്നുണ്ട്, നമ്മളറിയാതെ കാട് പിടിക്കുന്നുണ്ട്, മരുഭൂമികൾ ഉണ്ടാകുന്നുണ്ട്, സമുദ്രം കയറി ഇറങ്ങുന്നു. ഇതെല്ലാം പ്രകൃതി അനുസ്യൂതമായിട്ട് ഇങ്ങനെ ചലന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുക. ഈ ചലന പ്രക്രിയ വേറൊരു സ്പെക്ക്, ഒരു ഡസ്റ്റ് ആയിരിക്കുന്ന ഞാനെന്ന വ്യക്തി, ഇപ്പം ഞാൻ വ്യക്തിയാണുള്ള ധരിച്ചിരിക്കുന്നത്, ആ വ്യക്തി വന്നതിനും പോകുന്നതിനും ഒരു സമയവും പർപ്പസും ഒക്കെ ഉണ്ട്. അതെങ്ങനെ എനിക്ക് കണ്ടെത്താം? ഇപ്പൊ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്ത് നോക്ക്, പർപ്പസ് തെളിഞ്ഞു വരും. ഇത് കണ്ടെത്തിയിട്ട് പ്രവർത്തിക്കാന്നും പറഞ്ഞാണ് മനുഷ്യരൊക്കെ പൊതുവെ ഇരിക്കുക. അങ്ങനെ എങ്ങനെ നടക്കുക? ചില ഈ ആർട്സിലും സ്പോർട്സിലും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒക്കെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും ഇതാണ് എന്നുള്ളത്. ആർക്ക്? ഫേമസ് ആയിട്ടുള്ളവർക്ക്. കാരണം ദേ ആർ ഓൾറെഡി ഇൻ ദി ട്രാക്ക്. അത് നമുക്ക് തോന്നുന്നല്ലേ? അവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്ക്, ഐ യു ഫുൾ? അപ്പോൾ പറയും വേണ്ടായിരുന്നു, പെട്ടുപോയെന്ന് പറയും. ഇതിൻ്റെ അകത്ത് ഈ സെലിബ്രിറ്റീസ് അവരുടെയൊക്കെ അടുത്ത് ചെന്ന് നോക്ക്, അടുത്ത് ജീവിച്ചു നോക്ക്, കൂടാൻ കൂടിച്ചന്മാർ തൊട്ടടുത്ത് ജീവിച്ചു നോക്ക്. അപ്പം മനസ്സിലായി ഇതൊന്നും ഇങ്ങനൊന്നും അല്ല. ഇതൊക്കെ നമ്മുടെ ധാരണയാണ്. എല്ലാവരും പെട്ട് കിടക്കുക അവരുടെ തന്നെ ലൂപ്പിൽ. ആ പർപ്പസിൽ ആനന്ദിച്ചു കഴിഞ്ഞാൽ അതേ ഉള്ളൂ അതിനുള്ള മാർഗം. ഇപ്പം ഞാൻ ഒരു അഭിനേതാവാണെങ്കിൽ ഞാൻ അതിനകത്ത് പരിപൂർണമായിട്ട് അഭിനയിക്കുക എന്നുള്ള ആനന്ദമായിട്ട് മാറണം. അതിനൊപ്പം പരമധർമ്മത്തെ വിടരുത്. അത് സ്വധർമ്മമായി, ഇത് പരമമായ ധർമ്മമായി. ഞാൻ ഒരു കർഷകനാണ്, കൃഷിപ്പണിയിൽ ഞാൻ ആനന്ദിച്ചോണം, എൻ്റെ സ്വധർമ്മത്തിൽ ആനന്ദിച്ചോണം, പരമധർമ്മത്തെ വിടാതെ. അപ്പൊ പരമധർമ്മത്തിലേക്കായിരിക്കും സ്വധർമ്മം എത്തിക്കുക. ഇതേ ഉള്ളു വഴി. അല്ലാതെ ഈ കിടക്കുന്ന ഡിസ്ട്രാക്ഷൻസ്, ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടേ പോകും നമ്മളെ. കാരണം ഇതൊരു കളിയാ. ഈ കളിക്കകത്ത് നമ്മൾ എങ്ങനെ കളിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. ഇനി എല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ കളിച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അറിയില്ലെങ്കിലും മുന്നോട്ട് ഓരോ ചുവട് വെക്കുക. അവൻ എങ്ങനെങ്കിലും എത്തും. വെക്കാത്തവനോ അവൻ അവിടെ തന്നെ ഉണ്ടാവും, എങ്ങും ഉണ്ടാവില്ല, എങ്ങോട്ടും പോവില്ല, ഒന്നും എത്തിപ്പെടില്ല. ഇങ്ങനെയാ മനുഷ്യരുടെ ജീവിതത്തെ വെറുതെ പാഴാക്കളയുന്നത്. ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ വീണ്ടും വരുമ്പോൾ ഇതേ കളി വീണ്ടും കളിക്കണം. എല്ലാം മുന്നോട്ട് കയറാൻ പറ്റില്ല. ഒരു കളി കളിക്കാതെ അല്ലെങ്കിൽ ആ കളിയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് കുത്തിയിരുന്നവൻ രണ്ടാമത് കളിക്കുമ്പോൾ വല്ലാത്ത ബോറിംഗ് ആയിരിക്കും. എന്നാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് കളിക്കാമെങ്കിലുണ്ടല്ലോ, ആ കളി ഒരു പുതിയ കളിയായിട്ട് അനുഭവിക്കാം. എന്നും ഫ്രഷ് ആയിരിക്കാൻ പറയും, നവമായിട്ട് ജീവിക്കാൻ പറയും. ലിവ് ഓൾവേസ് എ ഫ്രഷ്. ആ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യലാണ് അഘോര തന്ത്രധ്യാന ഉദ്ദേശം തന്നെ. ഓരോ നിമിഷവും ജീവിക്കുക. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോകുന്നു. ശരീരം നമ്മളിലൂടെ യൗവനവും എല്ലാം കടന്നുപോയി വാർദ്ധക്യം എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലേക്ക് എത്തിപ്പെടുമ്പോഴും നമ്മൾ അറിയില്ല. ബിക്കോസ് ലൈഫ് ഈസ് എ ഫ്ലോ. ആ ഒഴുക്കിനെ നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ സ്വധർമ്മത്തിലും പരമധർമ്മത്തിലും എത്തിക്കഴിഞ്ഞു. അതെപ്പോൾ സാധിക്കും? ഇപ്പോൾ, ഈ നിമിഷം. പിന്നൊരു കാലത്ത് സാധിക്കുമെന്ന് വെച്ച് സ്വപ്നം കണ്ടിട്ട് കഥയൊന്നുമില്ല. ഇപ്പോൾ ഇത് തുടങ്ങിക്കൊള്ളുക. ഇപ്പോൾ ഈ അനുഭവിച്ച ശാന്തിയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോയിക്കൊള്ളുക. വരും ചിന്തകൾ വരും, പ്രശ്നങ്ങൾ വരും, വീഴും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ അനേകം വരും, വന്നിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിയെ യുക്തമാക്കി തെളിച്ചു നിർത്തി ഇതിൻ്റെ അപ്പുറം കടന്നോണം. അതിന് അഭ്യാസം വേണം. ശരിയായ റൈറ്റ് ആറ്റിറ്റ്യൂഡ് അത് ആദ്യം ഡെവലപ്പ് ചെയ്യണം. ലക്ഷ്യബോധം വേണം. എല്ലാമായിട്ട് പൂർണ്ണതയോടെ ജീവിക്കുക. ഭയന്ന് വിറച്ചല്ല, ധീരനായിട്ട് ശക്തനായിട്ട് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിക്കുക. നമ്മളുടെ അസുരശക്തിയും
ദൈവിക ശക്തിയൊക്കെ ഉണർന്നു വരും. അതിൻ്റെ സെൻറ്റർ പിടിച്ച് നിൽക്കുക. അതാണ് മനുഷ്യതത്വം. മനുഷ്യനാകുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അസുരന്മാർക്ക് മസിൽ പവർ ഉണ്ട്, ദേവന്മാർക്ക് സിദ്ധികളും മറ്റുള്ള കാര്യങ്ങളും പവേഴ്സ് ഉണ്ട്, വേറെ ഫ്ലറിഷ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, കൈ കാശൊക്കെ ഉണ്ട്. മനുഷ്യൻ്റെ എന്തുണ്ട്? ബലവും ഇല്ല, ഈ പറഞ്ഞ സാധനവും ഇല്ല, പവറും ഇല്ല. മനുഷ്യന് ആപ്പാട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏതാ? കേവലം ആ സത്യത്തെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ സത്യം എന്നെ രക്ഷിക്കുന്നുള്ളതോടുകൂടി അവനെൻ്റെ കർമ്മം ചെയ്യുന്നവൻ അവൻ മനുഷ്യനാവും. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യന് മാത്രമേ മോക്ഷമുള്ളൂ എന്ന്. ദൈവങ്ങൾക്കും ഇല്ല, പറയത്തില്ല എങ്ങനെ. ഇതൊക്കെ വളരെ ഗഹനമായ വാക്കുകളാണ്. അതുകൊണ്ട് നമ്മളൊരു മനുഷ്യനാവുക. മനുഷ്യനാവണമെങ്കിൽ ഒരു ശിഷ്യത്വത്തെ വരിക്കുക എന്നുള്ളതാണ്. സിമ്പിളാവുക. ഇതൊക്കെ ഈശ്വരൻ്റെ കളിയല്ലേ. ഭക്തൻ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ കാണുന്നത് എന്താ? ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്, അതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം. എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല. ഭക്തൻ്റെ മാർഗം കുറച്ചുകൂടെ സുഗമവും രസകരവുമായിട്ട് തോന്നുന്നു. ജ്ഞാനിയുടെ മാർഗം വളരെ കഠിനമാണ്. കഠിനമായിട്ടിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭക്തനായിരിക്കാൻ, ശിഷ്യനായിരിക്കാൻ രസം തോന്നുന്നു, സന്തോഷമായിരിക്കാം. അപ്പോൾ മറ്റേ സന്തോഷം പോലും ഇല്ല, അത് ശാന്തിയല്ലേ ഉള്ളൂ. അങ്ങനെ മിഴിച്ച് ശാന്തമായിട്ടിരുന്നാൽ ഓങ്കാരസ്വരത്തിലിരുന്ന് അതും അറിയണം. ജ്ഞാനമില്ലാതെ ഭക്തിയിലേക്ക് പോയാൽ അജ്ഞാനമായി പോകും, അന്ധകാരമായി പോകും. ജ്ഞാനമില്ലാത്ത ഭക്തി അപകടകരമാണ്. ഇനി ഭക്തിയില്ലാത്ത ജ്ഞാനമോ വരണ്ടുണങ്ങിയതാ. രണ്ടും ജീവിതമല്ല. അപ്പം ജ്ഞാനഭക്തി സമ്പൂർണ്ണതയാണ് അഘോരതന്ത്രധ്യാന സൂത്രത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലിവ് റൈറ്റ് ഹിയർ റൈറ്റ് നൗ, ബട്ട് ഓൾവേസ് ലിവ് ആസ് എ ഹോൾസം ബീയിങ്. ബലിഷ്ഠമായ ശക്തിയോടുകൂടി ജീവിക്കുക. ശക്തി എന്ന് വെച്ചാൽ എന്താ? മനസ്സിൻ്റെ പവർ അല്ലേ. ശാന്തിയോട്, ശാന്തി എന്ന് വെച്ചാൽ എന്താ? ആത്മതത്വം, സ്ഥിരതത്വം. സ്ഥിരതയും ശാന്തിയും ഒത്തിണങ്ങിയിരിക്കുക. അതിനൊപ്പം തന്നെ ശക്തി നമ്മളിലൂടെ സ്പന്ദിക്കണം. ആ കുണ്ഡലിനി ശക്തി എന്ന് പറയും. മനസ്സിൻ്റെ അഗാധതലങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ശക്തി, നമ്മളിലെ ഹയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കൊമ്പ് മുളയ്ക്കുമെന്നോ പല്ല് രണ്ട് സൈഡിൽ കൂടെ ഇറങ്ങി വരുമെന്നോ ഇങ്ങനെയൊന്നും ആവുന്നില്ല. കടുവയെപ്പോലെ ചെകുത്താനെപ്പോലെ ഞാൻ കടുവയായി കളഞ്ഞു. കടുവയില്ല, കിടുവയില്ല, ഇതൊക്കെ പറയാൻ വേണ്ടി. കാരണം ഒരു ബലത്തിൻ്റെ പ്രതീകമാണല്ലോ. ഫെറോഷ്യസ്നെസ്, പവർ, ഇതൊക്കെ രസകരമായതുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നു മാത്രം. ഉദാഹരണത്തെ കയറി പിടിക്കല്ലേ. ഇതിനപ്പുറം കിടക്കണം. എല്ലാ നാമരൂപങ്ങൾക്കപ്പുറം കിടന്ന് കേവല ശാന്തിയിലേക്ക് അമർന്ന് തീരുക തന്നെ വേണം. അതാണ് സത്യം. പക്ഷെ യാഥാർത്ഥ്യ ലോകത്ത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചിരിക്കുന്ന പോലെ അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി യാഥാർത്ഥ്യത്തോടുകൂടി ഈ ലോകത്ത് ജീവിച്ചേ പറ്റും. വേറെ വഴിയൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ നന്മതിന്മകളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പാലിച്ചോളുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സത്യസന്ധതയോടെ പാലിച്ചു നോക്കുക. ഇതൊക്കെ മനസ്സിലാവും ഇതും വെറും തോന്നലുകൾ മാത്രമാണ്. നന്മയും തിന്മയും എല്ലാം സമ്പൂർണ്ണതയുടെ ഭാഗങ്ങൾ മാത്രമല്ലേ, ഇരുട്ടും വെളിച്ചമൊക്കെ. എന്നൊക്കെ പതുക്കെ അഭ്യാസത്തിൽ പോകണ്ടേ. തത്വജ്ഞാനം പറഞ്ഞിട്ടുണ്ടാൽ മതിയോ? ഒരുമാതിരിപ്പെട്ട വേദനകൾ, ബുദ്ധിമുട്ടുകൾ, വയറ്റുള്ള പ്രശ്നം എല്ലാം മാറുന്ന കാണാം വെറും പ്രാണാന്യശ്രദ്ധ കൊണ്ട്. കാരണം നാഡി മാറുമ്പോൾ ചിന്തയും മാറും. ഇനി നമുക്ക് വല്ലാത്ത സ്ട്രെസ് ഉണ്ടായിരിക്കും സമയം, അത് ഇച്ചിരി പ്രയാസം ആ സമയത്ത്. കാരണം മനസ്സല്ലേ കിടന്നെല്ലാം കൂടെ കലുഷമായിരിക്കും. ഏത് നാഡിയാന്ന് നോക്കുക, നാഡി മാറ്റാമെങ്കിൽ നിങ്ങൾ സ്ട്രെസ് അപ്പം മാറും. ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. ഇപ്പം നിങ്ങളൊരു മീറ്റിങ്ങിനോ ഇൻ്റർവ്യൂവിനൊക്കെ പോകാം, നിങ്ങൾ വല്ലാത്ത സ്ട്രെസ്സിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണ്, നാഡി മാറ്റുക, പെട്ടെന്ന് മാറാൻ പറ്റും. ഇനി ഇടിയും തൊഴിൽ ഉണ്ടാക്കാൻ പോകണമെങ്കിൽ വലുത് നാടി ഓടിക്കണം. വല്ല കവിതയോ കഥയോ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പോയറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഇടന്ന് നാടി ഓടിക്കണം. നോക്ക് ഫലം ഉണ്ടാവുമെന്ന്. ഒരു മീറ്റിങ്ങിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഇതൊക്കെ ഇതിൽ രഹസ്യങ്ങളുണ്ട്. ഹൗ ടു ഹാൻഡിൽ എ മാൻ, ഹൗ ടു കൺട്രോൾ അതേഴ്സ് സൈക്കോളജി, ഇതെല്ലാം മഹാരഹസ്യങ്ങൾ ഈ ശ്വാസത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിനൊരു പൂർണ്ണ ശാസ്ത്രം തന്നെയുണ്ട്. അതിൻ്റെ പേര് നാഡീശാസ്ത്രം. അതിൻ്റെ പൂർണ്ണ രൂപമാണ് ശിവസ്വരോദയ ശാസ്ത്രം. ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതുക്കെ പഠിക്കാം. നമുക്കൊരു മീറ്റിങ്ങിൽ പോകുമ്പോൾ ആൾക്കാരെ ഇത് ചെയ്യാനും ഒക്കെ പറ്റി ഉപയോഗിക്കും. പണ്ട് കാലത്ത് യുദ്ധത്തിലൊക്കെ കയറുമ്പോൾ ഇന്ന സമയത്ത് തുടങ്ങുമെന്നൊക്കെ പറയത്തില്ലേ. ഈ രാഹുവും കേതുവും ഒക്കെ മാറുന്ന ഇതിനനുസരിച്ചാണ്, ശ്വാസത്തെ അനുസരിച്ചാണ്. ഗ്രഹനക്ഷത്രാദികളുടെ എല്ലാം ചലനങ്ങൾ സമ്പൂർണ്ണ ആസ്ട്രോളജി നാഡികളിലാണ്, എല്ലാം ചക്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ രഹസ്യം ഇതിൻ്റെ അകത്തുണ്ട്. നാഡീശാസ്ത്രം മഹാരഹസ്യമാണ്, പ്രകൃതിയുടെ താളത്തിൻ്റെ മഹാരഹസ്യ. ഇത് തുടക്കമാണ് അനന്തധ്യാന സൂത്രത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം നാഡീശുദ്ധി, അഭ്യാസം, വൈരാഗ്യം. ഈ രണ്ട് കാര്യമാണ് വേണ്ടത്. അഭ്യാസം എന്ന് വെച്ചാൽ എന്താ? ഈ പ്രാക്ടീസസ് വേണം. പ്രാക്ടീസ് കൊണ്ടല്ല കിട്ടുന്നത്, ഇത് ഓൾറെഡി ഉണ്ടല്ലോ. ഈ ശാന്തി ഉള്ളതാ, അതിനെ അക്സസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് മെഡിറ്റേഷൻ പഠിക്കാനും പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഇത് ഓൾറെഡി നമ്മുടെ സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ ഉപായങ്ങൾ, ടൂൾസ് മാത്രമേ ഉള്ളൂ. മെഡിറ്റേഷൻ എൻ്റെ യഥാർത്ഥ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ഇരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ പ്രശ്നങ്ങൾ. അതിലേക്ക് പതുക്കെ പോയി പതുക്കെ 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 ഞാൻ ഈ പറഞ്ഞ പോലെ എക്സ്പാൻഷൻ ഉണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ എന്നുള്ള ബോധം ഉണ്ടാവും. ആ ഞാനെന്ന് പറഞ്ഞാൽ ഈ ഞാനല്ല, ഞാനിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവല്ല, ഇത് ഓൾറെഡി ഞാനായി പ്രപഞ്ചമായിരിക്കുന്നത് എന്നുള്ള അനുഭവം ഉണ്ടാവുക. അല്ല ഞാൻ പോയിട്ട് ദണ്ട് ഇതിൻ്റെ അകത്തൊക്കെ അങ്ങനല്ല. ഇത് ഈ ഞാനെന്ന് പറയുന്നതാണ് ഇരിക്കുന്നതൊക്കെ, ഈ ഞാനെന്ന് പറയുന്നതാണ് ഇരിക്കുന്നതൊക്കെ എന്നനുഭവം ഉണ്ടാവുന്ന. മറ്റേ ഞാനല്ലേ പ്രശ്നം. അല്ല ഞാനിങ്ങനെ വളർന്നു പോവും, അപ്പൊ എനിക്ക് അർജുനെ കൺട്രോൾ ചെയ്യാം, എനിക്കപ്പോൾ നിഖിലിനെ കൺട്രോൾ ചെയ്യാം, അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ ഇങ്ങനെയൊക്കെയാ വിചാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ വരുന്നത്. അത് പറ്റും. താന്ത്രിക വിദ്യയിലും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വിദ്യകളുണ്ട്, മനസ്സിനെ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറ്റും. പക്ഷെ അതെല്ലാം ഒരു ഈവിൽ ടെക്നോളജി എന്ന് പറയാവുന്ന സാധനമാണ്. യഥാർത്ഥ സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. ഓൾറെഡി ഇതെല്ലാം ഒന്നാ. ഈ ക്യാൻവാസ് ഒന്നാണ്, പക്ഷെ അതിന്റെ മേളിൽ തോടും നദിയും എന്താ പറയാ നമ്മുടെ മരങ്ങളും വീടും പഴവകളെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് പോലെയാ. പക്ഷെ ഡൈനാമിക് ആണ്, 3D പ്രൊജക്ഷൻ നടക്കുന്നു എന്ന് മാത്രം. പക്ഷെ അതിന്റെ ക്യാൻവാസ് എപ്പോഴും ഒന്നാണ്. എന്ന് പറഞ്ഞ പോലെ ഒരേ ക്യാൻവാസാണ് ഞാൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും. സകല ജീവജാലങ്ങളിലും, ജീവനില്ലാത്തെന്ന് തോന്നുന്ന ഇനാനിമേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിലും അത് തന്നെയായിരിക്കുന്നത്. അതിനെ കാണലാണ് അധ്യാത്മ വിത്തിന്റെ അല്ലെങ്കിൽ അധ്യാത്മ സാധകന്റെ ലക്ഷ്യം. ആ സത്യത്തെ എല്ലായിടത്തും ഒന്നാണെന്നറിയുക. പെരിഫറലായിട്ടുള്ള അറിവ് അല്ല അത്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടുപോണത്. കാരണം ഇങ്ങനെയല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അങ്ങനെയല്ലത്. അത് ഓൾറെഡി അങ്ങനെയാണ്, ഓൾറെഡി ഒന്നാണ്. പക്ഷെ അതിന്റെ പുറമെ പലതായിട്ട് കാണപ്പെടുന്ന എൻ്റെ മനസ്സിന് ചലനമാണ്. എൻ്റെ മനസ്സിന് ചലനം തീരുമ്പോൾ ഇവിടെ ആരെന്ത് കാണിച്ചാൽ എനിക്കെന്താ പ്രശ്നം? ലോകം എങ്ങനെ പോലെ എനിക്കെന്താ കുഴപ്പം? അപ്പൊ എവിടെയാ നന്മയും തിന്മയും? ആപേക്ഷികമായിട്ടുണ്ട്, സത്യത്തിലില്ല. ആപേക്ഷികത യാഥാർത്ഥ്യമാണ്, നമ്മളത് നിഷേധിക്കുന്നില്ല. പക്ഷെ സത്യമല്ല. സത്യത്തെയും യാഥാർത്ഥ്യത്തെയും വേർതിരിച്ചറിഞ്ഞുകൊള്ളുക. നിത്യത്തെ അനിത്യത്തെ അറിയാൻ പറയും. നിത്യമായിട്ടുള്ള സത്യം, അനിത്യമായിട്ടുള്ള യാഥാർത്ഥ്യവും മാറിക്കൊണ്ടേയിരിക്കും, അല്ലേ? അതുകൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും കാലകാലങ്ങളിൽ താങ്കൾ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നതിൽ നമുക്ക് പ്രാധാന്യതയുണ്ട്. പഴയ കാര്യം, പാസ്റ്റും വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലുണ്ട്. നമ്മളതിനൊന്നും നിഷേധിക്കുകയല്ല. പക്ഷെ സത്യമില്ലല്ല എന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ യാഥാർത്ഥ്യത്തിൽ ശരിക്കും ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കിട്ടിയോ? അങ്ങനെ നമ്മൾ ഈ നാഡിയിലേക്ക് ഇറങ്ങി നാഡികളെ ശുദ്ധി വരുത്തുമ്പോൾ പതുക്കെ നമ്മളിലേക്ക് പ്രത്യാഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? മനസ്സ് പതുക്കെ ഒതുങ്ങാൻ തുടങ്ങും. അഭ്യസിക്കേണ്ടതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ആ അഭ്യാസം വൈരാഗ്യം. വൈരാഗ്യം എന്ന് വെച്ചാൽ എന്താ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള ഇഷ്ടമില്ലായ്മ, വിരക്തി. നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ സ്വധർമ്മത്തിനും പരമധർമ്മത്തിനും എതിരായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ല. സ്വധർമ്മത്തിൽ എന്തൊക്കെയാ? ധർമാർത്ഥ കാമം. അർത്ഥം എന്ന് വെച്ചാൽ എന്താ? പൈസ ഉണ്ടാക്കല്. കാമം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഡിസയേഴ്സ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് രുചി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് രുചി ഇല്ലാതിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഉപേക്ഷിക്കല് തന്നെയാണ് ഈ വിരക്തി, വൈരാഗ്യം. അഭ്യാസം കൊണ്ട് പരമവൈരാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യത്തിനും താല്പര്യമില്ല. അവരും എന്നിൽ മാത്രം, ആത്മത്തിൽ മാത്രം താല്പര്യം ഉണ്ടാകുമ്പോൾ പരമവൈരാഗ്യം എത്തി. അവനാണ് സന്യാസി. മനസ്സിലായോ? ഒരവസ്ഥയാത്, വ്യക്തിയല്ല, ഒരവസ്ഥയാണത്. ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് അഭ്യാസപരമായിട്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പറിച്ചു മാറ്റാൻ നമ്മൾ അഭ്യസിച്ചേ പറ്റൂ. അതിന് നമ്മുടെ ചക്രങ്ങളിലൊക്കെ ശുദ്ധി ഉണ്ടാവണം. നമ്മുടെ ചിന്തകളിലൊക്കെ ശുദ്ധി ഉണ്ടാവണമെങ്കിൽ, ഇന്റേണൽ തോട്ട്സിൽ ശുദ്ധി ഉണ്ടാവണം, നമ്മുടെ ചക്രങ്ങളിൽ ശുദ്ധി ഉണ്ടാവണം. നമ്മൾ ഇപ്പൊ ഇതെല്ലാം സ്പിരിച്വൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിസ്റ്റിക്കൽ പ്രാക്ടീസ് വരുമ്പോൾ ഇതൊക്കെ ഒന്നും പഠിപ്പിക്കുകയല്ല, ഗുരുവിൻ്റെ അടുത്തേക്കൊക്കെ സംഭവിച്ചു തുടങ്ങും. ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതൊക്കെ സ്വയം സംഭവിക്കും. അഭ്യാസമൊന്നും ആവശ്യമില്ല. ആ മുറുക്കം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും നമുക്ക് സ്വയം ബുദ്ധി കൊണ്ട് മുറുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ രഹസ്യം പിടികിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ അഭ്യസിച്ചുറപ്പിച്ചോളൂ, പൊക്കോട്ടെ, മസിൽ പിടിക്കേ വേണ്ട. ഇപ്പൊ ഇത് സ്പിരിച്വൽ പ്രാക്ടീസ് എന്നുള്ള തലത്തിൽ കണ്ടാൽ മതി. It's not that deeper practice like when we leave the world and get into the complete full-fledged practice. അതുപോലെ അല്ല ഇത്. ഇത്രയൊക്കെ പറ്റൂ. കാരണം ഇതിൽ ഓരോ ശുദ്ധി ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സൈക്കോളജി ചേഞ്ച് ആകാൻ തുടങ്ങി. ഇപ്പം തന്നെ ടെറിബിൾ അല്ലേ? സൈക്കോളജിക്ക് വ്യത്യാസം വരും. കാരണം ഇന്ന് വരെ നമ്മൾ കണ്ട ലോകം നമ്മളിൽ നിന്ന് പതുക്കെ ഓടിയകലും. ലോകം നമ്മളിൽ നിന്ന് ദൂരെ 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 പോകും. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ബെറ്റർ ക്ലാരിറ്റി. നമ്മൾ ലോകമായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നതാണ്, നമുക്കൊന്നും അറിയാൻ മേല.
പതുക്കെ 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 ലോകം നമ്മളിൽ നിന്ന് അകലുന്നതനുസരിച്ച് കാണാൻ തുടങ്ങും. അങ്ങനെയല്ലേ കാഴ്ച? തൊട്ടടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റില്ലോ. പതുക്കെ ലോകം നമ്മൾ മാറുമ്പോൾ സത്യത്തിൽ കാണുന്നത് എന്നെയാണെന്നുള്ളത് അവിടെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഗൈഡ് വേണ്ടേ? ഈ പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവർക്കാണ് ഉണ്ടാകുന്നത് നമുക്ക് തോന്നി തുടങ്ങും. ഇതാണ് സ്പിരിച്വൽ പ്രാക്ടീസ് സ്വയം ചെയ്താൽ ഉണ്ടാകുന്ന വലിയ അപകടം. വലിയ അപകടമാണ്. കാരണം സ്വന്തമായിട്ട് നമ്മൾ ഓരോ അഭ്യാസങ്ങൾ ചെയ്ത് എന്തെങ്കിലും എവിടെ പോയി സ്ട്രക്കായെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യ മാർഗത്തെ പിടിച്ചു പോകണമെന്ന് പറയുന്നത്. കാരണം ദാറ്റ്സ് ബെറ്റർ സേഫ്. ശിഷ്യന് ഇതൊന്നുമില്ല, ഒരു അഭ്യാസവും ഇല്ല. ശിഷ്യന് ഉപവാസം, സത്സംഗം, ഇതേ ഉള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ പിടികിട്ടിക്കോളും. അത് ബുദ്ധി കൊണ്ടും അല്ല, തലവഞ്ച പ്രേമം കൊണ്ട്, ഭക്തി കൊണ്ട്, പതുക്കെ ഡിവോഷനിലൂടെ മനസ്സിലാവുന്നതാണ്. അത് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇത് അഭ്യാസം കൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ മനസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്ന മാർഗമായത്. അത്രയും മനസ്സിലാക്കാൻ മതി അഘോരതന്ത്ര ധ്യാന സൂത്രത്തെ. അല്ല, അഘോരതന്ത്രത്തിന്റെ പൂർണ്ണതയല്ല, ഇതിൻ്റെ അത് ധ്യാനസൂത്രം മാത്രമാണ് ഇത്. കിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് അഘോരതന്ത്രത്തിലെ കായകൽപ്പവും ധ്യാനസൂത്രവും നമുക്ക് പുറമേ ചെയ്യാൻ നിവൃത്തിയുള്ളൂ. ഈ അഘോരതന്ത്രം ഇറങ്ങണമെങ്കിൽ ഗുരുവിനൊപ്പം തന്നെ ജീവിക്കണം, വേറെ വഴിയില്ല. അത് തന്ത്രത്തിന്റെ അഗാധതലങ്ങളിൽ കിടക്കണ ഈ നന്മയും തിന്മയും ലോകം ഇതിനെയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ആഴത്തിലേക്ക് ഇറങ്ങണം. ആദ്യം ആഴത്തിലിറങ്ങി പോയി നോക്കണം, ഇരുട്ടിൻ്റെ ലോകത്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ. പാതാളം വരെ ചെന്നിട്ട് വേണം തിരിച്ചു വരാൻ. അവിടെ എത്തിക്കഴിയുമ്പോൾ ലോകത്തിൻ്റെ രഹസ്യങ്ങളും പ്രപഞ്ച രഹസ്യവും ആത്മരഹസ്യവും രണ്ടും പിടികിട്ടും. ഇത് നമ്മളുടെ കോൺട്രഡിക്ഷനും ഇല്ലാണ്ടാവും, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവും. ഒരു ജീവിതത്തിന് ഇരുണ്ടതും വെളുത്തതുമായ രണ്ട് വശമുണ്ടെന്നും ഇന്ത്യ കേവലം സാക്ഷിയായ ഞാനാണെന്നും ഉള്ള വ്യക്ത ബോധ്യം ഉണ്ടാവും. അവിടെ പിന്നെ സംശയങ്ങൾ ഉണ്ടാവുന്നതല്ല. അതുവരെ എത്തണമെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇത് മിസ്റ്റിസിസം എന്ന് പറയുന്ന തത്വം, ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ പറയാം. അല്ല, ലോകത്തുള്ളവരൊക്കെ സാധാരണ പണിയൊക്കെ ചെയ്ത് പണ്ട് ജീവിക്കില്ലേ ഉള്ളായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം, ഇപ്പൊ കലികാലത്ത് മനുഷ്യന് മനസ്സിലായി, അബോധമായിട്ട് മനസ്സിലായി, രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുമെന്ന്. സോ നമ്മൾ ഏതൊക്കെ പ്രൊഫഷണൽ ആയിരിക്കോ, എന്തെങ്കിലും കാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ എല്ലാവരും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇരുളുക. അപ്പോൾ ഒരു രക്ഷ എന്നുള്ളത് വിധത്തിൽ ആത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഇതൊക്കെ. പക്ഷെ അത് പലപ്പോഴും ഓരോ ട്രാപ്പുകളിലേക്കാണ് വീഴുക. കാരണം ഇതെല്ലാം കൊമേഴ്സ്യലൈസ് ആയില്ലേ. അപ്പം അത് ട്രാപ്പുകളായിട്ട് അതിലാണ് അനുഭവിച്ച് മനുഷ്യർ പെട്ടുപോകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സ്വന്തം ബുദ്ധിയെ ആദ്യം ഉണർത്തി നിർത്തുക, പിന്നെ ബുദ്ധിയും കൂടെ സമർപ്പിച്ച് ബുദ്ധിയുടെ അതീതമായിട്ട് കിടന്ന് ആ ആത്മബോധത്തിലേക്ക് അമർന്നിരിക്കുമ്പോൾ പിടികിട്ടും കാര്യം. അത് പതുക്കെ പതുക്കെ സംഭവിക്കും. അത് നമുക്കുള്ളിൽ ശുദ്ധി ഉണ്ടാവണം. നമ്മൾ അന്വേഷിക്കുന്ന എന്താണെന്ന് നമുക്ക് വ്യക്തധാരണ അവിടെ ഉണ്ടാവണം. സ്വധർമ്മവും പരമധർമ്മവും വ്യക്തമായിട്ട് അറിഞ്ഞ് നിർവചിച്ച് ജീവിച്ച് പഠിക്കണം. അല്ലാത്തവർക്കൊന്നും ഈ വഴി കിടക്കാൻ പാടില്ല. അതിന് ധർമ്മത്തെ അർത്ഥ കാമങ്ങൾ നേടാൻ വേണ്ടി ഉപയോഗപ്പെട്ടിട്ട് ക്ഷയമാകുന്ന മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമം നടത്തണം. ശ്രമം എന്ന് പറഞ്ഞാൽ എഫേർട്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ശ്രമമില്ലായ്മ, എന്നാൽ ആനന്ദത്തോടുള്ള ശ്രമം ആവശ്യമാണ്. സ്ത്രീകളോട് പെരുമാറുന്ന പോലെ ഒത്തിരി സോഫ്റ്റ് ആവാനും പറ്റില്ല, ഹാർഡ് ആവാനും പറ്റില്ല. ഇടയ്ക്ക് അത് എപ്പോൾ സോഫ്റ്റ് ആണോ എപ്പോൾ ഹാർഡ് ആവണം തിരിച്ചറിവാണ് പുരുഷൻ വേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനോടും പെരുമാറേണ്ടത്. അതിന് പഠിപ്പിക്കാനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോൾ എങ്ങനെ എത്ര മാത്രയിൽ പറ്റും എന്നുള്ളതൊക്കെ ഉപയോഗിച്ചറിയാനുള്ള കഴിവ് പുരുഷൻ നേടിയെടുത്തോളുക. സ്ത്രീ ഇതൊന്നും പഠിക്കാനില്ല, അവർക്ക് ഒറ്റയടിക്ക് നേരെ പോകാൻ പറ്റും. അവർക്ക് ഇതൊന്നും ആവശ്യമില്ല. പുരുഷനാണ് സ്റ്റെപ്പുകളും പടവുകളും ഒക്കെ വേണ്ടത്. പിന്നെ ഒറ്റച്ചാട്ടം തീർന്നു. പുരുഷന് പിടികിട്ടുകയല്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ പുരുഷന്മാർക്ക് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയല്ല. നമ്മളിൽ അഥവാ സ്ത്രീ രൂപത്തിൽ ഇരിക്കുന്നെങ്കിലും പുരുഷനുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കിച്ചോളുക. നമ്മൾ പുരുഷ രൂപത്തായിരിക്കുന്നെങ്കിലും നമ്മുടെ ഉള്ളിൽ സ്ത്രീ ഉണ്ടെങ്കിൽ എടുത്ത് ചാടിക്കൊള്ളുക. ഒന്നും നോക്കണ്ട, പുരുഷനെ വിട്ടേക്കുക.